ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് നമ്മളുടെ എല്ലാവരോടും, മനുഷ്യന്മാരുടെ എല്ലാം നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരോടും സമൂഹത്തോടും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളൊരു രോഗാണുവാഹകരാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും. മാത്രമല്ല എന്താ പറയുക, നമുക്ക് രോഗങ്ങൾ വരാതെ നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് വരാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും അത് ദിവസം അല്ലെങ്കിൽ 21 ദിവസം നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന വെച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ തന്നെ ആണെങ്കിലും നമ്മളെ പറമ്പിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാം. അടുക്കി പെറുക്കാൻ നമ്മളുടെ എന്താ പറയുക, നന്നായിട്ട് തുടച്ചിടാം, ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റിയിടാം, നമ്മളുടെ കിടക്കയുടെ രൂപം മാറ്റിയിടാം. അതുപോലെ നമ്മുടെ റൂം എല്ലാ കാര്യങ്ങളും നമുക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ട് ഈ സമയത്ത് സഹായിക്കും. അതുപോലെ തന്നെ ഇത് എന്താ പറയുക, ദൈവത്തിന് അനുഗ്രഹമായിട്ട് കൂട്ടുക. കാരണം നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്നൊരു അനുഗ്രഹമായിട്ട് കൂട്ടാം. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എന്തെങ്കിലും വിദേശത്താണ്, അപ്പോൾ അത് മാത്രമാണ് ഏറ്റവും വലിയൊരു മിസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം പലർക്കും സാധിക്കാതെ പോകുന്ന ഹസ്ബൻഡ് എനിക്ക് അടുത്ത് കിട്ടാറില്ല, മക്കളെ അടുത്ത് കിട്ടാറില്ല, എല്ലാവരും ഒന്നും അടുത്ത് കിട്ടാറില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു പരിഹാരമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യണത്. ദൈവം തന്നൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ രോഗം പരത്തുന്നത് വെച്ചാൽ നമ്മളിലുള്ള ഇപ്പോൾ പ്രകൃതിക്ഷോഭം അടുപ്പിച്ചുള്ള ഈ രോഗങ്ങളെല്ലാം നമ്മൾ മനുഷ്യരിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പം മൃഗങ്ങൾക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ മനുഷ്യന്മാർക്കാണല്ലേ പ്രശ്നം. എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ നമ്മുടെ മനസ്സാണ് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മനുഷ്യരുടെ മനസ്സാണ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ ഈ 1-2 മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മമാർ കുഞ്ഞുങ്ങളെ അതുപോലെ തന്നെ കൊന്നുകളയുന്നു. അതുപോലെ അച്ഛന്മാർ പല പെണ്ണുങ്ങൾ അങ്ങോട്ട് ഒളിച്ചോടുന്നു, ഇങ്ങോട്ട് ഒളിച്ചോടുന്നു. ആ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു, ഭർത്താക്കന്മാരെ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുമാത്രമല്ല, ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ്, മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജാതി മതം പ്രശ്നങ്ങൾ, ഭരണവിവേചനം, എന്തെല്ലാം പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ദൈവത്തിന് പറ്റും. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പാവങ്ങളായ ശുദ്ധരായ മനുഷ്യരൊക്കെ പെട്ടു പോകുന്നുണ്ടല്ലോ എന്ന് ഓർത്തുള്ള വിഷമമുണ്ട്. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതെന്നുള്ള പ്രാർത്ഥനകൾ ഓരോ ദിവസവും ഓരോ സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതിന് പ്രധാന കാര്യം വെച്ചാൽ, ഒന്ന് മനസ്സ് ഇച്ചിരി ഡള്ളായതുകൊണ്ടായിരുന്നു. ഹസ്ബൻഡ് അടുത്തില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹസ്ബൻഡ് അമ്മ ഒന്ന് വീണിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കൈ ഫ്രാക്ചറായി. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് എന്തായാലും നമ്മൾ കൂടെ തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇടാത്തത്. അപ്പോൾ എന്തായാലും കുറേ പേര് അടുപ്പിച്ച് മെസ്സേജിൽ പറയാൻ തുടങ്ങിയോണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് എന്തായാലും വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 14 ദിവസത്തെ ബ്യൂട്ടി ചാലഞ്ച് ചെയ്യാം. ഈ സമയം എന്ന് വെച്ചാൽ നമ്മൾ അധികം വെയിൽ കൊള്ളണില്ല. ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് വന്നാണ്. കുഞ്ഞിനെ ഉറക്കിയിട്ട് അമ്മയും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ കിട്ടുമല്ലോ. മറ്റേതാകുമ്പോൾ നമുക്ക് ശബ്ദമൊന്നും ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 14 ദിവസം ഒരു ബ്യൂട്ടി ചാലഞ്ച് നമുക്കിടാം. ഈ സമയത്തെന്ന് വെച്ചാൽ നമ്മൾ അധികം വെയിൽ കൊള്ളാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. ഈ സമയത്ത് കെയർ ചെയ്ത് നമുക്ക് ഇതുവരെയുള്ള സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സാധിക്കും. കഴിവതും നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടുക. കൺമഷി, അതുപോലെ ലിപ്സ്റ്റിക്ക്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിട്ട് നമ്മുടെ കൈ നെയിൽ പോളിഷ് ഉള്ള കാര്യങ്ങളൊക്കെ വിട്ട് നമ്മുടെ ശരീരത്തെ അങ്ങോട്ട് ഫ്രീ ആക്കാനായിട്ട് നോക്കുക. അതാണ് ഒരു ഫസ്റ്റ് ഉള്ള കാര്യം. അപ്പോൾ ഇതുവരെ ഒന്നും നമ്മുടെ സ്കിന്നിൽ ചെയ്യാത്ത ആൾക്കാർക്ക് സ്കിന്നൊന്ന് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ പാക്ക് ഇടാൻ പോണത്. അപ്പം Day 1 നമുക്കത് ചെയ്യാം. Day 2 നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് 14 ദിവസത്തെ ബ്യൂട്ടി ചാലഞ്ച് ഇടാം. അപ്പോൾ ആദ്യത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു നാച്ചുറലായിട്ട് ബ്ലീച്ച് ചെയ്യാം. നല്ല സ്കിന്ന് എന്താ പറയുക, ഇതുവരെയുള്ള സൺടാന് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പുളിയാണ്, വാളംപുളി. ഇപ്പോൾ എന്തായാലും വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തായാലും വാളംപുളിക്ക് ഉണ്ടാവേണ്ടിയിരിക്കില്ല. അപ്പോൾ വാളംപുളി നമ്മൾ എടുക്കുക. വാളംപുളി ഉപ്പിട്ടൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്, അങ്ങനെയുള്ളത് എടുക്കരുത് കേട്ടോ. അല്ലാണ്ട് നോർമൽ നമ്മൾ വാളംപുളി വാങ്ങിക്കാറില്ലേ, ഉപ്പൊന്നും ഇടാത്തത്, അങ്ങനത്തെ വാളംപുളി എടുക്കുക. അത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനൊരു ബ്ലീച്ചിങ് എഫക്റ്റ് തരാനായിട്ട് പുളി നമ്മളെ സഹായിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹണിയാണ്. ഡാബറിൻ്റെ ഹണിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ അത് തീർന്നു പോയി. ഇപ്പോൾ ഇതൊരു ചെറിയൊരു ഹണിയാണുള്ളത്. അപ്പോൾ ഹിമാലയയുടെയാണ്. അപ്പോൾ ഏതാച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളൊരു ഹണി എടുക്കുക. അതാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂൺ ഹണി നമുക്ക് വേണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. നന്നായിട്ട് നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിന്നൊക്കെ മാറി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ട് കോഫി പൗഡർ സഹായിക്കും. അപ്പോൾ വീട്ടിലുള്ള ഏത് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചില സെൻസിറ്റീവ് സ്കിന്നിൽ പിടിക്കില്ല. സെൻസിറ്റീവ് സ്കിന്നുള്ളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ കോഫി പൗഡർ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാലാണ്. പാലല്ലെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കാം, ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ പിമ്പിൾസൊക്കെ ഉള്ള സ്കിന്നിൽ തൈരായിരിക്കും നല്ലത്. പാലെന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കും. ഞാനിവിടെ പാലാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ പുളിയിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് നമ്മളങ്ങനെ പുളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് സാമ്പാറിനൊക്കെ നമ്മൾ എടുക്കില്ലേ. അപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അറിയാൻ പറ്റും. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഉണ്ടാച്ചാൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലേഡീസൊക്കെ ചെയ്തു തരും. ഇത് ജെൻസിനും ലേഡീസിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുളിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം പുളി ഇങ്ങനെ ഞരടി പിഴിയാന്ന് പറയില്ലേ, നന്നായിട്ട് ഞരടി കൊടുക്കുക. ഈ പാലിൽ തന്നെ, വെള്ളം ചേർക്കേണ്ട, പാലിൽ തന്നെ ഞരടി പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ തൈരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് 2-3 സ്പൂൺ ഒഴിക്കുക. അത് നന്നായിട്ട് ഞരടിയിട്ട് ആ പുളിയുടെ ആ സത്ത് നമുക്കറിയാം, നല്ല ഒരു കട്ടിയുള്ളൊരു ദ്രാവകം പോലെ വരും. ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. അതുവരെ നന്നായിട്ടിത് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് നേരം കൂടെ കൂടിയിട്ട് ആ പുളിയെ തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്കിതെടുത്ത് മാറ്റാം. നന്നായിട്ട് ഞരടി പിഴിയുക. ഇനി നെക്സ്റ്റ് നമുക്കിതിലേക്ക് അല്പം 2 സ്പൂണ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. അല്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനലി നമുക്ക് ഹണി കൂടെ ചേർക്കാം. ഒത്തിരി അങ്ങോട്ട് കൂടിപ്പോകരുത്. അപ്പോൾ കുറേശ്ശെ അതായത് ഇത്തിരീശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വരുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനകത്തേക്ക് കോഫി പൗഡർ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം. പിറ്റേ ദിവസം പാക്കായിട്ട് നമുക്ക് ഇടാം. ആദ്യത്തെ ദിവസം മാത്രം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ സ്ക്രബും ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യുന്നവർക്ക് നോർമൽ ജസ്റ്റ് ഒരു പാക്കായിട്ട് തന്നെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഫേസ് പാക്ക്, ഫേസ് സ്ക്രബും റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കണ്ടല്ലോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടല്ലോ. ഇനി നമ്മൾ സ്കിന്നിൽ നേരെ ഇത് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള മസാജ് കൊടുക്കുക. ജസ്റ്റ് ഒരുപാടല്ല, ഒരു 2 മിനിറ്റ്സ് മസാജ് കൊടുക്കുക. പിമ്പിൾസ് ഉള്ള ആൾക്കാർ മസാജ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു 2 to 5 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കുക. അതിന് ശേഷം ഈ പാക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ അപ്ലൈ ചെയ്യുക. സ്കിന്നിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കുക. സ്കിന്നിൽ നല്ല മാജിക്കാണ്, അടിപൊളിയായിട്ടിരിക്കും. നമുക്ക് ചേർക്കരുത് കേട്ടോ. വാട്ടർ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി അങ്ങോട്ട് ലൂസ് ആവരുത്. ജസ്റ്റ് ഒരു കുറച്ച് തിക്കായിട്ടുള്ളതായിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി നമ്മുടെ ഉടുപ്പിലൊക്കെ ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒരു ജെൻറ്റിൽ മസാജ് നമുക്ക് കൊടുക്കാം. നമുക്ക് നമ്മുടെ ലിപ്സിലും സ്ക്രബായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് നല്ല ബേബി ബ്രഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ലിപ്സിൽ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു 2 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡെഡ് സ്കിന്നൊക്കെ ഈ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടില്ല, ഷുഗർ സ്ക്രബ് അങ്ങനെയൊന്നും ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ സ്ക്രബ് ഓൾറെഡി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് നേരെ നമ്മളുടെ ഇതിലോട്ട് പാക്കിലോട്ട് കടന്നുവെച്ചാൽ മതി. ഇത് കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. ബാക്കിയുള്ള ഏരിയാസിൽ എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെവി ഉൾപ്പെടെ നന്നായിട്ട് ഒരു സ്ഥലം പോലും മിസ്സാവാണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കൈ തന്നെ യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. പ്രൊഫഷണൽ സ്റ്റൈലൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഒരു ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വേറെ ആരും കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് നോർമൽ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ഇടാവുന്നതാണ്. അതിനുശേഷം 20 മുതൽ 25 മിനിറ്റ് വരെ വയ്ക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആവത്തൊന്നുമില്ല കേട്ടോ, കാരണം ഹണിയല്ലേ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇങ്ങനെ വെറ്റായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അതിന് ശേഷം 20-25 മിനിറ്റ് നമ്മൾ നോക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഉപയോഗിച്ച് നമുക്ക് തുടച്ചു കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവും, നല്ലപോലെ ബ്രൈറ്റ് ആവും. ആ ഡിഫറൻസ് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പാക്കായിട്ട് ഡെയിലി ഒരു
ഇപ്പോൾ 20 മിനിറ്റ് തന്നെ വെക്കണമെന്നില്ല, 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇഷ്ടമാവും. എനിക്ക് 100% റിസൾട്ട് കിട്ടിയ ഒരു ഇതാണ്. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ പിമ്പിൾസ് ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാലിന് പകരമായിട്ട് തൈര് യൂസ് ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യണം. ഏതായാലും നമ്മുടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.